രാവിലെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരുന്നു. മുട്ടം പണി ടാസ്ക് എന്ന് തന്നെ പറയാം. മോർണിംഗ് ടാസ്ക്. അതായത് ആർക്കൊക്കെയാണ് അതിനുള്ളിൽ പി ആർ ബലത്തിൽ നിൽക്കുന്നത് എന്നുള്ളത്. എന്നാൽ ഒട്ടും പി ആർ ഇല്ലാതെ അവിടെ നിൽക്കുന്നത് ആരാണ് എന്നുള്ള ഒരു ചോദ്യവും അവിടെ വന്നു. ഇതിൽ ശരിക്കും പെട്ടുപോയത് അനുമോളാണെന്ന് എടുത്ത് പറയേണ്ടി വരും. കാരണം അതിൽ അനുമോൾക്കിട്ടൊരു കൊട്ടാണോ ഇനി ഈ ഒരു ടാസ്ക് കൊടുത്തതെന്ന് അറിയത്തില്ല. കാരണം ഭൂരിഭാഗം പേരും പറഞ്ഞിരിക്കുന്നത് അനുമോളുടെ പേര് തന്നെയാണ്. പി ആർ പുറത്ത് കൊടുത്തിട്ട് അവിടെ നിൽക്കുന്ന ഏറ്റവും കൂടുതൽ കൊടുത്തിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി അനുമോൾ തന്നെയാണെന്നാണ് ഭൂരിഭാഗം പേരും. അനീഷ എടുത്ത് പച്ചയ്ക്ക് പറയുന്നുണ്ട്. അനീഷ അതായത് അനുമോൾ പലപ്പോഴായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇത്രയധികം ഫോളോവേഴ്സ് ഉണ്ട്, ഇത്രയധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, എന്നെ അവര് ഇവിടെ നിർത്തും എന്നുള്ള തരത്തിൽ. അതോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങളും നമ്മൾ ഇതുവരെ പുറത്തറിയാത്ത പല കാര്യങ്ങളും അവിടെ പലരും പറയുന്നുണ്ട്. അക്ബർ ഉൾപ്പെടെ പറയുന്നുണ്ട്. അതായത് ഇവിടെ മറ്റു പലരും ഈ ഡ്രസ്സ് പാക്ക് ചെയ്ത് തിരിച്ചു കൊടുക്കാനുള്ള ആ ഒരു ഇതില് അനുമോൾ പലപ്പോഴും ഡ്രസ്സുകൾ വളരെ ചുരുങ്ങിയതായിട്ടേ കൊടുക്കാറുള്ളൂ. അതായത് അനുമോൾക്ക് തന്നെ ഉറപ്പുണ്ട്, പുറത്ത് പി ആർ ഏൽപ്പിച്ചിട്ടുണ്ട്, ആ ഒരു രീതിയിൽ അവർ എന്നെ ഇവിടെ നിർത്തും എന്നുള്ള ആ ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് അനുമോൾ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് അക്ബറും പറയുന്നു. അതോടൊപ്പം തന്നെ അനീഷ് പറഞ്ഞ ഒരു കാര്യമാണ്, അതായത് പി ആറിന്റെ ബലത്തോടുകൂടി, വെറും പി ആർ ബലത്തോടുകൂടി അല്ലെങ്കിൽ പി ആറിന്റെ സപ്പോർട്ട് ഉണ്ട് എന്ന് കരുതി മാത്രം നിൽക്കാതെ സ്വന്തമായിട്ട് കളിച്ചും കൂടി നിൽക്കാനായിട്ട് ശ്രമിക്കൂ എന്നുമാണ് അനീഷ് പറഞ്ഞ കാര്യം എന്ന് പറയും. അതേസമയം മറ്റൊരു കാര്യം കൂടി അനീഷ് പറയുന്നുണ്ടായിരുന്നു, അതായത് ലക്ഷ്മിക്ക് പി ആർ ഇല്ല എന്നാണ് തോന്നുന്നത് എന്നുള്ളതായിരുന്നു. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട്, ലക്ഷ്മിക്ക് പി ആർ പുറത്തുണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് ലക്ഷ്മിക്ക് പി ആർ പുറത്തില്ല എന്നുള്ളത്. അതായത് പി ആർ കൊടുത്തേൽപ്പിച്ചിട്ട് ലക്ഷ്മി വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ലക്ഷ്മി പി ആർ ഇല്ലാതെ പോകാൻ ഞാൻ ആശംസിക്കുന്നു. എന്നാൽ അനുമോള് പി ആറിന്റെ പിൻബലത്തോടു കൂടി പോകാനായിട്ട് ഞാൻ ആശംസിക്കുന്നു എന്നുള്ള തരത്തിൽ അനീഷ് ഒരു കൊട്ടു കൊടുത്തിട്ടാണ് അവിടെ നിർത്തിയത്. അത് മാത്രമല്ല അവിടെ വന്നിട്ടുള്ള ഭൂരിഭാഗം പേരും അനുമോളുടെ പേര് തന്നെയാണ് എടുത്തിട്ടത്. എന്തായാലും മോർണിംഗ് ടാസ്കിൽ അനുമോളുടെ ആ ഒരു ഇരുത്തം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആകെ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം അനുമോൾക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ ചമ്മിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് മോർണിംഗ് ടാസ്കിൽ പലരും അനുമോളുടെ പേര് പറഞ്ഞപ്പോഴത്തേക്കും അനുമോളുടെ ആ ഒരു ഇരുത്തം എന്ന് പറയുന്നത്. കൂടുതൽ ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.